ഹലോ, ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയാലോ. ഇത് നമുക്ക് തിക്കായിട്ടും ലൂസായിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഷെയ്ക്ക് രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴമാണ് എടുക്കുന്നത്. ഒരു 6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് സോഫ്റ്റായ ഈത്തപ്പഴം ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള കട്ടിയുള്ള ഈത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ബദാമും 5 കാഷ്യൂസും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി ആട്ടോ ചേർത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു പിടി ഉണക്കമുന്തിരി ചേർത്തിട്ട് അത് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു 2 കപ്പ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ഹോർലിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലോ വെള്ളമോ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഷെയ്ക്ക് രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ പാലൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് അടിച്ചു കൊടുത്താലും മതി. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കുടിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്